ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചില ആളുകളൊക്കെ ചില മിസ്റ്റേക്സൊക്കെ വരുത്താറുണ്ട്. വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അത്തരത്തിലുള്ള കുറച്ച് മിസ്റ്റേക്സ് ആണ്, വളരെ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ വരുത്തുന്ന മിസ്റ്റേക്സ്. നമ്മൾ ഒരാളോട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, മൈസെൽഫ് ഈസ് അരുൺ, മൈസെൽഫ് ഈസ് സീന, മൈസെൽഫ് ഈസ് ശ്യാം എന്നൊക്കെ. ഇത് വളരെ മിസ്റ്റേക്കായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഐ ആം അരുൺ, ഐ ആം ഗീത എന്നൊക്കെയാണ് പറയേണ്ടത്. അതല്ലെങ്കിൽ മൈ നെയിം ഈസ് ഗീത, മൈ നെയിം ഈസ് അരുൺ, ഇങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ മൈ സെൽഫ് ഈസ് അരുൺ, മൈ സെൽഫ് ഈസ് ഗീത എന്നൊക്കെ പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മൈ സെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ഹെർ സെൽഫ്, ഹിംസെൽഫ്, ദംസെൽഫ്സ് എന്നൊക്കെ പറയുന്നത് റിഫ്ലെക്സീവ് പ്രോനൗൺ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോനൗണിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. അത് ഒരിക്കലും ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇനി അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ തെറ്റുവരുത്തുന്ന ആളുകൾ തെറ്റുവരുത്തരുത്. ഐ ആം അരുൺ, ഐ ആം ഗീത എന്നൊക്കെ പറയാം, പക്ഷേ മൈ സെൽഫ് എന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറയരുത്. എനിക്ക് 10 കൊല്ലമായിട്ട് അവനറിയാം, അവളെ എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാം, 2002 മുതൽ എനിക്ക് അവരെയൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് കുറേ കാലമായിട്ട് എനിക്കറിയാം എന്ന്. ഇത് എനിക്കറിയാം എന്ന് പറയുന്നതിന് നമുക്ക് ഐ നോ എന്ന് പറയാം. അവനെ അറിയാം എന്നാണെങ്കിൽ ഐ നോ ഹിം എന്നാവാം. അതൊക്കെ കറക്റ്റ് തന്നെ. പക്ഷേ എനിക്കവനെ 10 കൊല്ലമായി അറിയാം എന്ന് പറയുമ്പോൾ ഐ നോ ഹിം ഫോർ 10 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഐ നോ ഹിം ഫോർ 10 ഇയേഴ്സ് ഇത് പലരും ഉപയോഗിക്കാറുള്ളതാണ് ഇങ്ങനെ, പക്ഷേ അത് തെറ്റാണ്. നമുക്ക് പറയേണ്ടത് ഐ ഹാവ് നോൺ ഹിം ഫോർ 10 ഇയേഴ്സ് എന്നാണ്. ഐ ഹാവ് നോൺ ഹിം ഫോർ 10 ഇയേഴ്സ്. ഐ നോ ഹിം ഫോർ 10 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ നോ എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. പക്ഷേ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷേ നമ്മൾ കുറേ കാലമായിട്ട് 10 ഇയേഴ്സ് ആയിട്ട് ഫോർ എന്ന ഒരു പ്രെപ്പോസിഷൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ 10 ഇയേഴ്സ്. ഈ ഫോർ അതുപോലെ സിൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പണ്ട് മുതൽ, പാസ്റ്റ് മുതൽ ഇപ്പോൾ വരെ അറിയാം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് വേണ്ടത്. നമ്മൾ പല ടെൻസുകളും പഠിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് ടെൻസിൽ തന്നെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നൊക്കെ. പ്രസൻറ്റ് സിമ്പിൾ ടെൻസോ അതല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസോ ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പണ്ട് മുതൽ ഇപ്പോൾ വരെ നമുക്കറിയാമെന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് നോൺ ഹിം ഫോർ 10 ഇയേഴ്സ് എന്ന് പറയുന്നതാണ് കറക്റ്റായ സെൻറ്റൻസ്. ഐ ഹാവ് നോൺ ഹിം ഫോർ 10 ഇയേഴ്സ്. 10 കൊല്ലമായി എന്നെ അവന് അറിയാം എന്നാണെങ്കിൽ ഹീ ഹാസ് നോൺ മീ ഫോർ 10 ഇയേഴ്സ്. ഹീ ഹാസ് നോൺ മീ ഫോർ 10 ഇയേഴ്സ്. ഇനി ഫോറിന് പകരം നമുക്ക് സിൻസ് ഉപയോഗിക്കാം. ഇപ്പോൾ 2002 മുതൽ എനിക്ക് അവളെ അറിയാം. അപ്പോൾ ഐ ഹാവ് നോൺ ഹെർ സിൻസ് 2002 മുതൽ വളരെ കൃത്യമായ ഒരു ഇയർ നമ്മൾ പറയുന്നു. അപ്പോൾ നമുക്കവിടെ സിൻസ് ഉപയോഗിക്കാം. ഈ ഫോർ സിൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമുക്ക് ഈ ഫോർ സിൻസ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഐ നോ ഹിം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം നോയിങ്, ഇപ്പോൾ ഐ ഹാവ് ബീൻ നോയിങ് ഹിം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസായി. നോയിങ് എന്ന ഒരിക്കലും നോ എന്ന വേർബിൻ്റെ കൂടെ ing ചേർത്തിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ ഐ ഹാവ് നോൺ ഹിം ഫോർ 10 ഇയേഴ്സ്. എനിക്കവനെ 10 കൊല്ലമായി അറിയാം. ഐ ഹാവ് നോൺ ഹിം സിൻസ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ എനിക്ക് അവനെ അറിയാം. They have known me for 5 years. അവർക്ക് എന്നെ അറിയാം 5 കൊല്ലമായിട്ട്. 5 കൊല്ലമായിട്ട് അവർക്ക് എന്നെ അറിയാം എന്നായി. അവൾക്ക് അവനെ 5 കൊല്ലമായിട്ട് അറിയാം. അവൾക്ക് അവനെ. അപ്പോൾ ഷീ ഹാസ് നോൺ ഹിം ഫോർ 5 years. അപ്പോൾ ഇത്തരത്തിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇനി അത് തെറ്റിക്കരുത്. ലൈ എന്ന വാക്കിന് കിടക്കുക എന്ന ഒരു മീനിങ് ഉണ്ട്. ലൈ, LIE. ഇത് പലപ്പോഴും നമ്മൾ തെറ്റിച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. ലൈ, പ്ലീസ് ലൈ ഡൗൺ എന്ന് പറഞ്ഞാൽ കിടക്കൂ എന്നാണ്.
പ്ലീസ് ലൈ ഡൗൺ. ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് പറയാറില്ലേ പ്ലീസ് ലൈ ഡൗൺ, അവിടെ കിടക്കൂ എന്നാണ്. ലൈ എന്നത് ഒരു വേർബിൻ്റെ, കിടക്കുക എന്ന വേർബിൻ്റെ ബേസ് ഫോം ആണ്. ഐ ആം ഗോയിങ് ടു ലൈ ഡൗൺ ഓൺ ദ ബെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ബെഡിൽ കിടക്കാൻ പോവുകയാണ്. ഐ ആം ലൈയിങ് ഡൗൺ ഓൺ ദ ബെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ബെഡിൽ കിടക്കുകയാണ്. അവിടെയൊക്കെ ലൈയിങ്. അപ്പോൾ പ്ലീസ് ലൈ ഡൗൺ എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് അവിടെ ഒന്ന് കിടക്കൂ എന്നാണ്. അതേസമയം പ്ലീസ് ലേ ഡൗൺ എന്ന് പറഞ്ഞാലോ, ലേ ഡൗൺ, LAY. ലേ എന്നാൽ അതിനർത്ഥം കിടത്തുക എന്നാണ്, മറ്റൊരാളെ കിടത്തുക എന്നാണ്. പ്ലീസ് ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ അത് സെൻറ്റൻസ് റോങ് ആണ്. പ്ലീസ് ലൈ ഡൗൺ എന്ന് തന്നെയാണ് പറയേണ്ടത്. ലേ എന്നത് കിടത്തുക എന്ന വേർബിൻ്റെ ബേസ് ഫോമാണ്. പ്ലീസ് ലേ ദ ചൈൽഡ് ഓൺ ദ ബെഡ് എന്ന് പറയാം. കുട്ടിയെ ബെഡിൽ കിടത്തൂ. പ്ലീസ് ലേ ദ ചൈൽഡ്, LAY, ലേ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. കിടത്തുക എന്ന അർത്ഥം ആണ് അവിടെ. അപ്പോൾ പ്ലീസ് ലൈ ഡൗൺ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. പ്ലീസ് ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലൈ എന്നതിൻ്റെ, കിടക്കുക എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് കിടന്നു എന്നല്ലേ, അപ്പോൾ അതിന് ലേ എന്ന് തന്നെയാണ് പറയുക. LIE ലൈ കിടക്കുക, LAY ലേ കിടന്നു. ഐ ലേ ഓൺ ദ ബെഡ്, ഞാൻ ബെഡിൽ കിടന്നു. അത് കറക്റ്റാണ്. ഞാൻ ബെഡിൽ കിടന്നു, അത് പാസ്റ്റ് ടെൻസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വിൽ ലേ യു ഡൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കിടത്തും എന്നാണ്. ഞാൻ അങ്ങനെ വേറൊരാളെ ചെയ്യുന്നതല്ലേ. ഐ വിൽ ലേ യു ഡൗൺ, ഞാൻ നിങ്ങളെ കിടത്തും എന്ന മീനിങ് ആണ് ലേ. അവിടെ ഐ വിൽ ലേ യു ഡൗൺ എന്ന് പറയുമ്പോൾ ലേ, കിടത്തുക എന്ന വേർബിൻ്റെ ബേസ് ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് സെൻറ്റൻസ് ആണ്. ഐ വിൽ ലേ യു ഡൗൺ. അതേസമയം പ്ലീസ് ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങും. അവൾ ഇവിടെ വരുമ്പോൾ ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവളോട് സംസാരിക്കും എന്നൊക്കെ പറയില്ലേ. ഇവിടെയും ചില തെറ്റുകൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വരുത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ, വെൻ ഐ വിൽ ഗോ ദർ ഐ വിൽ മീറ്റ് ഹിം. ഞാൻ അവിടെ പോകുമ്പോൾ അവനെ മീറ്റ് ചെയ്യും എന്നല്ലേ. അവിടെ ഐ വിൽ എന്നതിൻ്റെ ആവശ്യമില്ല. വെൻ ഐ ഗോ ദർ ഐ വിൽ മീറ്റ് ഹിം. വെൻ ഐ ഗോ ദർ എന്നാണ് പറയേണ്ടത്. വെൻ ഐ ഗോ ടു ദ മാർക്കറ്റ് ഐ വിൽ ബൈ വെജിറ്റബിൾസ്. ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ വെജിറ്റബിൾസ് വാങ്ങും. വെൻ ഐ മീറ്റ് ഹിം ഐ വിൽ ടോക്ക് ടു ഹിം. ഞാൻ അവനെ കാണുമ്പോൾ അവനോട് സംസാരിക്കും. വെൻ എന്ന് ഉപയോഗിച്ച് പിന്നെ സബ്ജക്റ്റ് പ്ലസ് വിൽ ഉപയോഗിക്കില്ല. വെൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വിൽ അത് റോങ് ആണ്. അതുകൊണ്ട് തന്നെ വെൻ ഐ ഗോ ദർ ഐ വിൽ ബൈ വെജിറ്റബിൾസ്. വെൻ ഐ സീ ഹിം ഐ വിൽ ടോക്ക് ടു ഹിം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം അവിടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണ് വേണ്ടത്. വെൻ പ്ലസ് വെൻ കഴിഞ്ഞിട്ട് പിന്നെ സബ്ജക്റ്റ് പിന്നെ വിൽ അങ്ങനെ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെയാണ് ഇഫ് ഉപയോഗിക്കുമ്പോഴും. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഉപയോഗിക്കില്ല. ഇഫ് ഐ ഗോ ദർ ഐ വിൽ മീറ്റ് ഹിം. ഞാൻ അവിടെ പോകുകയാണെങ്കിൽ ഞാൻ അവനെ മീറ്റ് ചെയ്യും. ഇഫ് യു കം ഹിയർ ഐ വിൽ ഗിവ് യു ചോക്ലേറ്റ്സ്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് തരാം. അപ്പോൾ ഇഫ് ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി അടുത്തത് കോമൺ ആയിട്ട് വരുത്തുന്ന വേറൊരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് അവന് സുഖമില്ലാതിരിക്കുകയാണ് എന്ന് പറയില്ലേ, അതെങ്ങനെ പറയുക? ഇവിടെ ഹീ ഹാസ് ഹാഡ് എ ഫീവർ ഫോർ 2 days. അവിടെ ഹീ ഹാസ് എ ഫീവർ ഫോർ 2 days എന്ന് പറഞ്ഞാൽ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി എനിക്ക് 2 ദിവസമായിട്ട് സുഖമില്ലാതിരിക്കുകയാണെന്ന് പറയുമ്പോഴോ ഐ ഹാവ് ഹാഡ് എ ഫീവർ ഫോർ 2 days എന്ന് പറയണം. ഐ ഹാവ് ഹാഡ് ആണ് ഉപയോഗിക്കേണ്ടത്, ഐ ഹാവ് അല്ല. എനിക്ക് 2 ദിവസമായിട്ട് ഒരു തലവേദനയാണ്. ഐ ഹാവ് എ ഹെഡ് ഏക്ക് ഫോർ 2 days. 2 ദിവസമായിട്ട് എനിക്ക് തലവേദനയാണ് എന്നാണ് പറയുന്നത്. അവിടെ ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഐ ഹാവ് ഹാഡ് എ ഹെഡ് ഏക്ക് ഫോർ 2 days എന്ന് പറയണം. അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഹാസ് ഹാഡ്, ഹാവ് ഹാഡ് ഒക്കെ നമുക്ക് സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കാം. പിന്നെ ഹീ ഹാഡ് ഹാഡ് എ ഫീവർ ഫോർ 2 days എന്ന് പറഞ്ഞാൽ 2 ദിവസം അവന് സുഖമില്ലാതിരിക്കുകയായിരുന്നു, ഇപ്പോൾ അല്ല. ഹീ ഹാഡ് ഹാഡ് ഫീവർ, അവിടെ 2 ഹാഡ് വേണം.
ഹി ഹാഡ് എ ഫീവർ ഫോർ 2 days. ഐ ഹാഡ് എ ഹെഡേക്ക് ഫോർ 2 days. എനിക്ക് 2 ദിവസം തലവേദനയായിരുന്നു, ഇപ്പോൾ അല്ല. ഈ ലാപ്ടോപ്പ് എനിക്ക് 2002 മുതൽ എൻ്റെ കയ്യിലുണ്ട്, എനിക്കുണ്ട് എന്നാണ് പറയേണ്ടത്. 2002 മുതൽ ഉണ്ട് എന്നാണ് പറയേണ്ടത്. ഐ ഹാവ് ഹാഡ് ദിസ് ലാപ്ടോപ്പ് സിൻസ് 2002. അല്ലാതെ ഐ ഹാവ് ദിസ് ലാപ്ടോപ്പ് സിൻസ് 2002 എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഐ ഹാവ് ഹാഡ് എന്ന് തന്നെ പറയണം. ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് ലാപ്ടോപ്പ്? ഈ ലാപ്ടോപ്പ് എത്ര നാളായി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ്. ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് ലാപ്ടോപ്പ്? ക്വസ്റ്റ്യൻ ആവുമ്പോൾ അങ്ങനെ ആവണം. അവന് എത്ര നാളായിട്ട് ഈ കാറുണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ ഹൗ ലോങ് ഹാസ് ഹീ ഹാഡ് ദിസ് കാർ? ഹൗ ലോങ് ഹാസ് ഹീ ഹാഡ് ദിസ് കാർ? അപ്പോൾ കുറച്ച് മിസ്റ്റേക്സൊക്കെ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം മിസ്റ്റേക്സ് ഒന്നും ഇനി വരുത്തരുത്.